ഹലോ, ഇന്ന് ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിസ്സ ദോശ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിലൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ദോശ മാവ് ഉണ്ടല്ലോ, ദോശ ഇഡ്ഡലി മാവ്, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നല്ല നേരിയതായിട്ടല്ല, ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് അങ്ങനെ ആയിരിക്കും. ആ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഞാൻ അത് കുക്കായി എന്ന് കണ്ടപ്പോൾ അതൊന്ന് മൂടി തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ദോശയുടെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ ആറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും മിക്സ് ചെയ്തിട്ടും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഞാൻ ഈ പിസ്സ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോർമലി പിസ്സയിൽ ഉണ്ടാകുന്നത് പോലെ സവാള, ക്യാപ്സിക്കം, തക്കാളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നും ദോശയും ഇഡ്ഡലിയും ഒക്കെ കൊടുത്തു വിടുന്നതിന് പകരം ഇടയ്ക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും അത് ഇഷ്ടമാണ്, എന്നാൽ കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ സവാളയും ക്യാപ്സിക്കവും തക്കാളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചീസിൻ്റെ എത്രയാണോ ചീസ് വേണ്ട അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിതാ ഒരു അത്യാവശ്യം വേണ്ട ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒലീവും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് മതിയാവും ആ ചീസ് ഒന്ന് മെൽട്ടാവുന്നത് വരെ. അങ്ങനെ ഇതാ എൻ്റെ ചീസൊക്കെ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്കിത് പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാം. അപ്പോൾ പിസ്സയൊക്കെ കഴിക്കാൻ കൊതിയാവുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇതുപോലെ ദോശമാവ് വെച്ചിട്ട് നമുക്ക് കൊടുത്തിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.